Good morning children. നമ്മൾക്കിനി അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. പാർട്ട് 12 എത്രയാണ്? കമ്പ്യൂട്ടർ. എന്താണ്? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ കമ്പ്യൂട്ടർ എന്താണെന്നും അതിന്റെ പാർട്സ് ഒക്കെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ട് അല്ലേ? ആ കമ്പ്യൂട്ടർ ബുക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൽ നോക്കിയിട്ടും ചെയ്തിട്ടൊക്കെ ഉണ്ട് അല്ലേ? എല്ലാവർക്കും അത് പരിചയമുണ്ട് അല്ലേ? ആ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആജ് കാ യുഗ് വൈജ്ഞാനിക് ചമത്കാരോം കാ യുഗ് ഹെ. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ടെക്നോളജി അല്ലെ? ടെക്നോളജിയുടെ അത്രയും നല്ല ന്യൂ ടെക്നോളജീസ് ഒക്കെ നമുക്ക് അറിയുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. പണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതൊക്കെ എന്താണ്? ഫോൺ ഉണ്ട് അല്ലെ? അതൊരു ടെക്നോളജിയാണ് അല്ലെ? കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെ? ഇന്റർനെറ്റ് ഉണ്ട്. ഇതൊക്കെ പുതിയ പുതിയ ടെക്നോളജീസ് ആണ് അല്ലെ? ഇന്ന് ഈ ടെക്നോളജിയുടെ കാലമാണ് ഇന്നത്തെ കാലഘട്ടം. വിജ്ഞാൻ अलादीन के चिराग की तरह हमारी सभी इच्छाएं पूरी करता है. ഇന്ന് ഈ വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി എന്തായിരുന്നു? അലാദീൻ കെ ചിരാഗ്. നിങ്ങൾക്കറിയില്ലേ അലാവുദ്ദീനും അത്ഭുത വിളക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ആ അലാവുദ്ദീൻ നമുക്കത് തരും അല്ലേ? അതേപോലെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ എന്തായി? കി തരഹ ഹമാരി സബി ഇച്ഛായേം പൂരി കർത്താ ഹെ. ഇന്ന് ഈ ടെക്നോളജി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും എന്താക്കുന്നു? പൂർത്തീകരിക്കുന്നു. इलेक्ट्रॉनिक टेक्नोलॉजी के क्षेत्र में कंप्यूटर एक महत्वपूर्ण कमाल है. ഈ ഇലക്ട്രോണിക് ടെക്നോളജിയുടെ ആ കാലഘട്ടത്തിൽ എന്താണ്? ആ യുഗത്തിൽ ഏതിനാണ് ഇമ്പോർട്ടന്റ് ഉള്ളത്? കമ്പ്യൂട്ടർ ഏക് മഹത്വപൂർണ്ണ കമാൽ ഹെ. അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഇലക്ട്രോണിക് ടെക്നോളജിയാണ് എന്ത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. यह एक ऐसी प्रक्रिया है जिसने मनुष्य के दिमाग और योग्यताओं को अपनी मुट्ठी में बंद कर लिया है. यह एक ऐसी प्रक्रिया है. ഇത് അങ്ങനെ ഒരു പ്രക്രിയയാണ്. എന്താണ്? ജിസ്നെ മനുഷ്യക്ക് ദിമാഗ്, മനുഷ്യന്റെ ദിമാഗ് എന്ന് പറഞ്ഞാൽ ഓർമ്മ, ബുദ്ധിയെയും और योग्यताओं को अपनी मुट्ठी में बंद कर लिया है. അതിനെ നമ്മുടെ ഇതിലേക്ക് തന്നെ അപ്പനി മുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽക്കീഴിൽ കൊണ്ടുവരുന്നു നമ്മുടെ ബുദ്ധിശക്തി. ഇപ്പൊ എല്ലാ ഇതുള്ള കമ്പ്യൂട്ടർ അല്ലെ? അതുണ്ട്. പിന്നെന്താണ്? നമുക്കറിയാം എന്താണ്? റോബോട്ടുകളൊക്കെ. ഇതൊക്കെ നമ്മുടെ ടെക്നോളജിയുടെ പുരോഗതിയാണ് അല്ലെ? റോബോട്ടുകൾ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നതും അതിനുള്ള റോബോട്ടുകൾ, നമ്മുടെ എല്ലാ വർക്കുകളും റോബോട്ടുകൾ ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ നമ്മുടെ ഓർമ്മയും ബുദ്ധിയും ഒക്കെ എന്ത് കീഴടക്കി? ഈ ടെക്നോളജി കീഴടക്കി. 1642 में फ्रांस के प्रसिद्ध गणितज्ञ ब्लेज पास्कल ने जोड़ करने की एक मशीन का आविष्कार किया था. 1642 പാസ്കൽ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ഉപകരണം കണ്ടുപിടിച്ചത്. बाद में इंग्लैंड के एक वैज्ञानिक चार्ल्स बाबेज ने सन 1833 में एक പരിഷ്കൃത മഷീൻ का ആവിഷ്കാർ കിയ. അതിനുശേഷം 1833 ചാൾസ് ബാബേജ് എന്ന് പറയുന്ന ആളാണ് എന്താണ് പരിഷ്കൃത മഷീൻ का ആവിഷ്കാർ കിയ. അതിനെ കുറച്ചുകൂടെ പുരോഗമിച്ചിട്ടുള്ള കുറച്ചുകൂടി ടെക്നോളജീസ് കൂടിയ ഒരു മെഷീൻ ചാൾസ് ബാബേജ് 1833 കണ്ടുപിടിച്ചു. इसके बाद सन 1642 में गणितज्ञ जेवी न्यूमैन ने आधुनिक कंप्यूटर का परिष्कृत रूप प्रस्तुत किया. അതിനുശേഷം 1942 ജെവി ന്യൂമാൻ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു? ഇന്നത്തെ കാണുന്ന പരിഷ്കൃത രൂപത്തിലുള്ള കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു. കമ്പ്യൂട്ടർ ഏക് ऐसा यंत्र है जो मानव मस्तिष्क की उपज है. എന്താ പറയോ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ऐसा यंत्र है जो मानव मस्तिष्क की उपज है. അത് അതേപോലെ മാനവ മസ്തിഷ്കം, നമ്മുടെ മസ്തിഷ്കത്തിന്റെ അത്രയും പോകുന്ന എല്ലാ പ്രവൃത്തികളും ആര് ചെയ്യുന്നുണ്ട്? ഈ കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ട്. കഠിൻ സെ കഠിൻ ഗണിത് മിനിറ്റോ മേം ഹൽ കർ ദേത്തെ ഹെ. എത്ര കഠിനമായിട്ടുള്ള കണക്കുകൾ പോലും മിനിറ്റുകൾക്കുള്ളിൽ ചെയ്ത് സോൾവ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടർ നമ്മൾക്ക് തരുന്നു. ലെൻഡേ ചോടെ ആങ്കുടോം കി വ്യവസ്ഥിത് കർണ ഇസ്കി വിശേഷത ഹെ. അതേപോലെ ഏറ്റവും നീളമുള്ളതും ഏറ്റവും എത്രയും നല്ല ടഫായിട്ടുള്ള എന്ത് കാര്യങ്ങൾ കൊടുത്താലും അത് എന്ത് ചെയ്യും? നിമിഷ നേരങ്ങൾ കൊണ്ട് അത് ചെയ്ത് തരുന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ എന്ത് ടഫായിട്ടുള്ള എന്ത് സാധനങ്ങൾ കൊടുത്താലും അതെന്ത് ചെയ്യുന്നു? നിമിഷ നേരങ്ങൾ കൊണ്ട് അത് ചെയ്ത് തരുന്നു. इन विशेषताओं के कारण आज ये हमारे जीवन का अनिवार्य अंग बन गया है.
ആ വിശേഷത കൊണ്ട്, ആ പ്രത്യേകത കൊണ്ട് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണ് എന്ത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ 5 അംഗോം പർ വിഭാജിത് കിയാ ഹെ. ഇനി കമ്പ്യൂട്ടർ എത്രയായിട്ട് വിഭജിച്ചിട്ടുണ്ട്? 5 ഭാഗങ്ങളാക്കി വിഭജിച്ചിട്ടുണ്ട്. പെഹല ഭാഗ് ഹെ ആഗത്. ആദ്യത്തെ ഫസ്റ്റത്തെ പാർട്ടാണ് ആഗത് എന്ന് പറയുന്നത്. അതെന്തറിയോ? ഇൻപുട്ട് യൂണിറ്റ്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട്, പ്രോസസ്സിംഗ് അല്ലെ? ഇതൊക്കെ നിങ്ങൾ ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് ഇതേപോലെ കമ്പ്യൂട്ടറിലെ ഫസ്റ്റത്തെ ആഗത് എന്താണ്? ഇൻപുട്ട് യൂണിറ്റ്. इसके द्वारा कार्यक्रम आंकड़े और कार्य निर्देशक कंप्यूटर में डाले जाते हैं. ഇതിലൂടെയാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? കൊടുക്കുക അല്ലെ? നമ്മൾ പുട്ട് ചെയ്യുക, അതിലേക്ക് കൊടുക്കുക. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ഇൻപുട്ട് ഡിവൈസസിലൂടെ, അതാണ് ഫസ്റ്റത്തെ ആഗത്. അതിലൂടെയാണ് നമ്മൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ആർക്ക് കൊടുക്കുന്നു? കമ്പ്യൂട്ടറിലേക്ക് നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ദൂസരാ ഹെ സ്മൃതി. രണ്ടാമത്തെയാണ് സ്മൃതി. സ്മൃതി എന്ന് പറഞ്ഞാൽ മെമ്മറി. മെമ്മറി യൂണിറ്റ് അറിയില്ലേ? നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഓർത്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. इनमें कार्यक्रमों और आंकड़ों का संग्रहण करके सुरक्षित रखा जाता है. അതിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്നു. തീസര ഭാഗ് ഹെ സംസാധൻ. അതാണ് പ്രോസസ്സിംഗ്. സംസാധൻ എന്ന് പറയുന്നത് പ്രോസസ്സിംഗ്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മളിപ്പോ ആഡ് ചെയ്യാൻ കൊടുത്താൽ അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് പറയുന്നത് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് ഹിന്ദിയിൽ എന്താ പറയുന്നത്? സംസാധൻ, പ്രോസസ്സിംഗ്. ചൗദാ ഹെ നിയന്ത്രക്. നാലാമത്തെ ഇതാണ് എന്ത്? നിയന്ത്രക്. നമുക്കറിയില്ല നിയന്ത്രക് എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്. നമുക്കറിയാലേ? കൺട്രോൾ ചെയ്യുന്നത്, അതിനെയൊക്കെ നിയന്ത്രിച്ച് ഇന്നതാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നിയന്ത്രക്. അതാണ് നാലാമത്തെ നിയന്ത്രക്. जिनमें वस्तु सामग्री को एक अंग से दूसरे अंग तक पहुंचाने का काम किया जाता है. ഒരു ഇതിൽ നിന്നും നമ്മൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക്, അതായത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെഷീൻ നമ്മൾ ഈ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റി അതിന് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഏതിലൂടെയാണ്? കൺട്രോൾ യൂണിറ്റിലൂടെ ആണ്. ഈ 5വാം ഭാഗ് ഹെ നിർഗത്. അതായത് ഔട്ട്പുട്ട് യൂണിറ്റ്. നിർഗത് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ്. നമ്മൾ എന്താണ് ചെയ്യാൻ കൊടുത്തോ അതിന് നമ്മൾക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? ഈ ഔട്ട്പുട്ട് യൂണിറ്റ്. इसमें सभी कार्य निर्देश और आंकड़ों संसाधित होकर परिणाम के रूप में प्रकाशित होते हैं. നമ്മൾ എന്താണോ ചെയ്യാൻ കൊടുത്തത് അതിന്റെ ആൻസർ നമ്മൾക്ക് കിട്ടുന്നതാണ് അഞ്ചാമത്തെയായ ഔട്ട്പുട്ട് യൂണിറ്റ്. विद्यालयों और विश्वविद्यालयों में यह शिक्षा का अनिवार्य अंग बन गया है. നമ്മൾ വിദ്യാലയത്തിലും സർവകലാശാല, വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ സർവകലാശാലകളിലും ഇന്ന് കമ്പ്യൂട്ടർ ഒരു അനിവാര്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. शिक्षा के क्षेत्र में विभिन्न विषयों की जानकारी भी कंप्यूटर से ली जा सकती है. നമ്മൾ പഠിപ്പിക്കുന്നതിലായിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കുന്നതിലായിക്കോട്ടെ, നമ്മൾ പഠിപ്പിക്കുന്നതിൽ എന്താണ് പല കാര്യങ്ങളിലുള്ള അറിവുകൾ നമ്മൾക്ക് എന്തിലൂടെ കിട്ടുന്നു? ഈ കമ്പ്യൂട്ടറിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ, കാര്യാലയ, ബാങ്ക്, വ്യവസായ में यह बहुत उपयोगी वस्तु बन गई है. അതേപോലെ റെയിൽവേ സ്റ്റേഷനിലും ഏതൊക്കെ കാര്യം എല്ലാ ഓഫീസുകളിലും വ്യവസായശാലകളിലും ഒക്കെ ഇന്ന് എന്തിന്റെ ആവശ്യമുണ്ട്? കമ്പ്യൂട്ടറിന്റെ ആവശ്യം ഉണ്ട്. जो कार्य मनुष्य गणों में करता था वह अब पल भर में संभव है. നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കുന്ന, ചിലപ്പോൾ നമ്മൾ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു കാര്യം സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ആര് ചെയ്തു തീർത്തു തരുന്നു? കമ്പ്യൂട്ടർ ചെയ്തു തരുന്നു. ആജ്കൽ കമ്പ്യൂട്ടർ पर ഇന്റർനെറ്റ് സുവിധാएं भी उपलब्ध है. ഇന്ന് കമ്പ്യൂട്ടറിൽ എന്തുകൂടെ ലഭിക്കുന്നുണ്ട്? ഇന്റർനെറ്റ് അല്ലെ? അത് ഇന്റർനെറ്റിന്റെ ഗുണം എന്താണ്? നമ്മൾ ആ ഇന്റർനെറ്റിലൂടെ നമുക്ക് പല രാജ്യങ്ങളിലുള്ള കാര്യങ്ങൾ വരെ അറിയാനും അതേപോലെ അവിടേക്ക് മെസ്സേജ് അയക്കാനും മറ്റുള്ളവരുമായിട്ട് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇന്റർനെറ്റിലൂടെ സാധിക്കും അല്ലേ? അതാണ് അതിന്റെ ഒരു ഗുണം. आजकल कंप्यूटर पर इंटरनेट सुविधाएं भी उपलब्ध है जिसके द्वारा विश्व के किसी भी कोने में घटने वाले खबरें कुछ ही क्षणों में मिल सकती है. രാജ്യത്തിന്റെ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മൾക്ക് എന്തിലൂടെ അറിയാൻ കഴിയുന്നു? ഈ ഇന്റർനെറ്റിലൂടെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് അറിയാൻ സാധിക്കുന്നു. ആധുനിക ജീവൻ പൃഥ്വി में इसका योगदान सराहनीय है.
ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിന്റെ എന്താണ് യോഗ്ദാനം, അതിന്റെ ഗുണങ്ങൾ എന്താണ്? പ്രശംസനീയമായിട്ട് ഉള്ളതാണ്. ഇന്ന് നമ്മൾക്ക് കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു കാര്യവും നമ്മൾക്ക് ഇന്ന് നടക്കുന്നില്ല അല്ലേ? നമുക്ക് ആ ഇന്റർനെറ്റിന്റെയും ഇന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാലേ, നമ്മൾ ഈ പുതിയ ടെക്നോളജിയുടെ ഇതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് ഇങ്ങനെ സ്കൂളിൽ വരാതിരുന്നാൽ പോലും നമ്മൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ, നിങ്ങൾക്ക് പഠിക്കാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുമുള്ള ഒരു സൗകര്യം ഇന്നത്തെ ഈ ടെക്നോളജിയുടെ ഒരു ഗുണം തന്നെയാണ് അല്ലേ? അതിൽ കമ്പ്യൂട്ടർ ഉണ്ട്. നിങ്ങൾ പറയുന്നത് ഇന്റർനെറ്റിലൂടെയല്ലേ? നിങ്ങളിപ്പോ ഞങ്ങൾ പഠിപ്പിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ഓൺലൈനിലാണ് അല്ലെ? നെറ്റിലൂടെയാണ് അല്ലെ? നെറ്റില്ലെങ്കിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് ഈ കമ്പ്യൂട്ടറിന്റെയും ഈ ആധുനിക ടെക്നോളജിയുടെയും ഉപയോഗം ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഓക്കെ, ഒരു പാഠം നിങ്ങൾ ഒരു 5 പ്രാവശ്യങ്ങൾ ചുരുങ്ങിയത് വായിക്കണം കേട്ടോ.